Hello friends, welcome to Autodesk Target HF Beginners Guide. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ നമുക്ക് സ്റ്റെയർ വരയ്ക്കാം ബൈ കമ്പോണന്റ് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ബൈ സ്കെച്ചസ് എങ്ങനെ സ്റ്റെയർ വരയ്ക്കാം എന്ന് നോക്കാം. ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാണ്. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരച്ച സ്റ്റെയർ. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ബൈ കമ്പോണന്റ് അല്ല, ബൈ സ്കെച്ചസ് എങ്ങനെ സ്റ്റെയർ വരയ്ക്കാം എന്ന് നോക്കാം. നമ്മൾ സ്റ്റെയർ ബൈ കമ്പോണന്റ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു അവിടെ നമുക്ക് എന്താ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതായത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ സ്പെറിക്കൽ ഉണ്ട്, ഡോഗ് ലെഗ്ഡ് ഉണ്ട്, അങ്ങനെ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ല നമ്മുടെ ഡിസൈൻ. നമുക്കിപ്പം വേറൊരു ഡിസൈനിൽ സ്റ്റെയർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സ്റ്റെയർ ബൈ സ്കെച്ചസ് ആണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ സ്റ്റെയർ വരച്ചെടുക്കാം. സ്റ്റെയർ ബൈ കമ്പോണന്റ് പോലല്ല, സ്റ്റെയർ ബൈ സ്കെച്ചസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. റൈസർ, ബൗണ്ടറി, റൺ. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ വരയ്ക്കുന്നത് അത് ചൂസ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ റൈസർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ റൈസർ വരച്ചു കൊടുക്കുക, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റെയർ ക്രിയേറ്റ് ആവും. അതല്ല ബൗണ്ടറി ചൂസ് ചെയ്യുന്നെങ്കിൽ ബൗണ്ടറി വരച്ചു കൊടുക്കുക, അതിനെ ബേസ് ചെയ്ത് സ്റ്റെയർ ക്രിയേറ്റ് ആവും. ഓക്കെ, ഞാനിപ്പോൾ റൈസർ ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് പ്ലിന്ത് ലെവൽ വന്നു, അവിടെ നിന്ന് ഞാൻ ലെവൽ ചൂസ് ചെയ്തു. എനിക്ക് പ്ലിന്ത് ലെവൽ മുതൽ റൂഫ് ലെവൽ വരെ എനിക്ക് സ്റ്റെയർ വേണം. ഓക്കെ, എന്നിട്ട് ഞാൻ റൈസർ ചൂസ് ചെയ്തു, ഒരു ലൈൻ വരച്ചു, ഒരു 100 സെന്റിമീറ്റർ ലൈൻ വരച്ചു. ദെൻ ഇവിടുന്ന് പിക്ക് ലൈൻ ചൂസ് ചെയ്തു, ഇവിടുന്ന് 25 സെന്റിമീറ്റർ കൊടുത്തു, അത് ഓഫ് സെറ്റ്, അതായത് റൈസർ ഡിസ്റ്റൻസ് 25 കൊടുത്തു. ദെൻ എൻ്റർ പ്രസ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഒരു റൈസർ ക്രിയേറ്റഡ്, 13 റിമൈനിങ്. അതായത് നമ്മൾ ഒരു റൈസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി 13 എണ്ണം വേണം. ഞാൻ 13 എണ്ണം വരയ്ക്കുകയാണ്. ദേ 14 റൈസർ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ബൗണ്ടറി ഡിഫൈൻ ചെയ്യാം. ബൗണ്ടറി ചൂസ് ചെയ്തു, ലൈൻ എടുത്തു. ദേ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയും ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയും ഞാൻ ബൗണ്ടറിയും ചൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ടിക്ക് കൊടുത്തു. നമുക്ക് 3D വ്യൂ നോക്കാം. ദേ നമ്മുടെ സ്റ്റെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബൈ യൂസിങ് സ്കെച്ചസ് നമ്മൾ സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യാം. അതാണ് സ്റ്റെയർ ബൈ സ്കെച്ചസിന്റെ ഒരു യൂസ്, മെയിൻ യൂസ്. സ്റ്റെയർ ബൈ കമ്പോണന്റ് അങ്ങനെ അല്ലായിരുന്നു. സ്റ്റെയർ ബൈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള, അതായത് സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ്, അതല്ലെങ്കിൽ സ്പെറിക്കല്, അല്ല സ്പൈറൽ, അതുപോലെ തന്നെ എൽ ഷേപ്പ്, യു ഷേപ്പ്, ഇങ്ങനെ തന്നിട്ടുള്ള ഡിസൈനിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ സ്റ്റെയർ ബൈ സ്കെച്ചസ് അല്ല, അങ്ങനല്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അത് ഈ തന്നിരിക്കുന്ന ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റെയർ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിന് ലാൻഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പഴയതുപോലെ തന്നെ നമ്മൾ പ്ലിന്ത് ലെവൽ വരിക, അതായത് നിങ്ങളുടെ ലെവൽ വരിക. എന്നിട്ട് ഞാൻ ഇവിടെ സ്റ്റെയർ ബൈ സ്കെച്ചസ് യൂസ് ചെയ്തു, റൈസർ സെലക്ട് ചെയ്തു, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ലെവൽ സെറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ വരയ്ക്കുകയാണ്. റൈസർ ചൂസ് ചെയ്തിട്ട് ലൈൻ ചൂസ് ചെയ്തു, ഒരു 100 സെന്റിമീറ്റർ വരച്ചു. ദെൻ അതിന് ഓഫ്സെറ്റ് ചെയ്യാണ്, ഒരു 25 ഓഫ്സെറ്റ് വെച്ച് റൈസറിന്റെ ഡിസ്റ്റൻസ്. ഇവിടെ ഒരു 6 റൈസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി 9 റിമൈനിങ് ഉണ്ട്. 5 ക്രിയേറ്റ് ആയിട്ടുണ്ട്, 9 റിമൈനിങ് ഉണ്ട്. ഞാൻ ഒരെണ്ണം വരച്ചു. ഇപ്പോൾ 6 റൈസർ ക്രിയേറ്റഡ്, 8 റിമൈനിങ്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങോട്ടാണോ ഡയറക്ഷൻ വേണ്ടത് അത് വരയ്ക്കാം. ഞാനിപ്പോൾ ഇതിന് നേരെ ഇങ്ങോട്ട് എനിക്ക് റൈസേഴ്സ് വേണം, അതായത് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് വേണം. അതല്ല നിങ്ങൾക്ക് യു ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇപ്പോൾ എൽ ഷേപ്പ് വരച്ചിരിക്കാം. ഞാൻ ഇവിടെ 0 കൊടുത്തു. ദെൻ ഇതിന് നേരെ ഒരു 100 സെന്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് അതിനെ വീണ്ടും ഞാൻ ഓഫ്സെറ്റ് ചെയ്തു. നമുക്ക് ബാക്കിയുള്ളത് എത്ര ആണോ അതിനെ ഓഫ്സെറ്റ് ചെയ്യുക. അതായത് നമുക്കിപ്പം 7 എണ്ണം വേണം. ഞാൻ 7 എണ്ണം വരയ്ക്കുകയാണ്. അപ്പം നമ്മുടെ റൈസർ എല്ലാം ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ബൗണ്ടറി കൊടുക്കണം. ബൗണ്ടറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് കൊടുക്കുകയാണെങ്കിൽ റൈസറിൻ്റെ, അതായത് റെയിലിൻ്റെ ലെവൽ ഡിഫറൻസ് വരും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ബൗണ്ടറി ചൂസ് ചെയ്തു, ലൈൻ ചൂസ് ചെയ്തു, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ ലൈന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു, കാരണം നമ്മുടെ ലാൻഡിങ് ഇതാണ്. പക്ഷെ ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തു ബൗണ്ടറി. ദെൻ ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ഇത് വരും, പോപ്പ് ബോക്സ് വരും, വാർണിംഗ്. അതെന്താണെന്ന് നോക്കിയാൽ നമുക്ക് 3D നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ ലാൻഡിങ്ങിൻ്റെ അടുത്തുള്ള റെയിൽ അതിൻ്റെ ലെവൽ ഡിഫറൻസ് ഉണ്ട്.
കണ്ടോ, അത് ടച്ച് ആയിട്ടില്ല താഴെ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലൈൻ കൊടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അതായത് ലാൻഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് ലാൻഡിങ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ലാൻഡിങ് ഉള്ളപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ വരുന്ന ലെവലിൽ തന്നെ നമ്മുടെ റെയിലിന്റെ ഹൈറ്റ് ഡിഫറൻസ് ചെയ്യും. പക്ഷെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് വീണ്ടും സെലക്ട് ചെയ്തു, എഡ്ജ് സ്കെച്ച് വന്നു, എന്നിട്ട് ഞാൻ പ്ലിന്ത് ലെവൽ വന്നു, എന്നിട്ട് ഈ ബൗണ്ടറി ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ബൗണ്ടറി ചൂസ് ചെയ്യുക, ലൈൻ ചൂസ് ചെയ്യുക, നമ്മുടെ എവിടെയാണോ സ്റ്റെപ്പ് വരുന്നത്, അതായത് റൈറ്റ് സൈഡ്സ് വരുന്നത്, അതിന് മാത്രം ആദ്യം ബൗണ്ടറി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ലാൻഡിങ്ങിന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ലാൻഡിങ്. ലാൻഡിങ് നമ്മൾ സെപ്പറേറ്റ് ബൗണ്ടറി കൊടുത്തു. ഓക്കെ, ദെൻ ടിക്ക് ചെയ്തു. 3D വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അടിപൊളിയായിട്ട് നമ്മുടെ ലാൻഡിങ്ങും സ്റ്റെപ്പും എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ലെവൽ ഡിഫറൻസും വന്നിട്ടില്ല. നമ്മുടെ റെയിലിന് ഒരു ലെവൽ ഡിഫറൻസും വന്നിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ലാൻഡിങ് കൊടുക്കും. നമുക്ക് ഇനി എങ്ങനെ ഒരു ടാപ്പേഡ് സ്റ്റെയർ വരയ്ക്കാം എന്ന് നോക്കാം. ഞാൻ സ്റ്റെയർ ചൂസ് ചെയ്തു, സ്റ്റെയർ ബൈ സ്കെച്ചസ് യൂസ് ചെയ്തു, റൈസർ സെലക്ട് ചെയ്തു. ഞാൻ ലെവൽ എന്ന് പറയുന്നത് പ്ലിന്ത് ലെവൽ മുതൽ ലിൻഡർ ലെവൽ, ഓക്കെ, ആ ലെവൽ വരെ വരയ്ക്കാം. നമുക്ക് ചെറിയൊരു വരയ്ക്കാം. ഒരു 200 കൊടുത്തു, ഓഫ്സെറ്റ് 25 തന്നെ കൊടുത്തു, 11 റിമൈനിങ്. ഓക്കെ, നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, 12 റൈറ്റ് സൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ബൗണ്ടറി വരയ്ക്കുകയാണ്. ബൗണ്ടറി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടുന്ന് കുറച്ച് ആംഗിൾ, അതായത് നിങ്ങൾക്കിവിടെ കാണാം 70, 73, 77, ഒരു 80 കൊടുത്തു. ഇവിടുന്ന് സെയിം ഞാൻ വരച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും 80 ഡിഗ്രിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിലുള്ള കട്ടായിട്ട് കറക്റ്റ് ഒരു ടേപ്പേഡ്, അതായത് നമുക്ക് ഏതാണോ ഒരു എഡ്ജൊക്കെ ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ ടേപ്പേഡ് ആയിട്ട് സൈഡ് കട്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് 3Dയിൽ നോക്കാം. നമ്മൾ ബൗണ്ടറി വരച്ചപ്പം കുറച്ച് ചരിച്ച് വരച്ചപ്പോൾ നമ്മൾ ടേപ്പഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എഡ്ജസ് കട്ട് ചെയ്ത്. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. നമുക്കിപ്പം നമ്മുടെ ഡിസൈൻ ഏതാണോ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ബൗണ്ടറി ലൈൻ കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്കിനി എങ്ങനെ നമ്മുടെ കമ്പോണന്റ് യൂസ് ചെയ്ത് വരച്ച സ്റ്റെയറിനെ സ്കെച്ചസിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. എന്നിട്ട് അതിനെ മോഡിഫൈ ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സ്റ്റെയർ എടുത്തു, സ്റ്റെയർ ബൈ കമ്പോണന്റ് ചൂസ് ചെയ്തു, എന്നിട്ട് സ്റ്റെയർ വരയ്ക്കുകയാണ്. ടിക്ക് കൊടുത്തു. 3D വ്യൂ നോക്കാം. ഇതിപ്പോൾ ഞാൻ കമ്പോണന്റ് യൂസ് ചെയ്ത് വരച്ച സ്റ്റെയർ ആണ്. നമുക്കിനി ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. താഴെ കുറച്ച് കർവൊക്കെ പോലെ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റെയറിനെ സെലക്ട് ചെയ്യുക, എഡിറ്റ് സ്റ്റെയർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരും ഏത് സ്റ്റെയർ ആണോ എഡിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലാൻഡിങ് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുകളിലുള്ള ആ ടോപ്പ് പോർഷൻ എഡിറ്റ് ചെയ്യാം, താഴത്തെ പോർഷൻ എഡിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ താഴത്തെ പോർഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കൺവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ പ്ലിന്ത് വ്യൂവിൽ വരിക, എഡിറ്റ് സ്കെച്ച് അത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്കിതൊന്ന് മോഡിഫൈ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. ദെൻ നമ്മുടെ ബൗണ്ടറി കുറച്ച് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ ജോയിന്റ് ആയിട്ട്, പക്ഷേ ഇവിടെ ജോയിന്റ് ആയിട്ടില്ല. ഞാൻ മൾട്ടിപ്പിൾ ജോയിൻ ടൂൾ എടുത്തു, ജസ്റ്റ് ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്യണം കേട്ടോ, നിങ്ങൾ അതൊരിക്കലും മറന്നു പോകരുത്. ദെൻ ഞാൻ റൈസർ ചൂസ് ചെയ്തു, അവിടുന്ന് ആർക്ക് എടുത്തു. ദെൻ നമ്മുടെ സെൻട്രൽ ലൈനെ ജോയിൻ ചെയ്യിച്ചു. നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക, കാരണം ഞാനിപ്പം ഇവിടെ റൈസർ ചൂസ് ചെയ്താണ് ആർക്ക് വരച്ചത്. നിങ്ങൾ ഒരിക്കലും ബൗണ്ടറി ചൂസ് ചെയ്ത് വരയ്ക്കരുത്. റൈസർ മാത്രം ചൂസ് ചെയ്ത് വരയ്ക്കുക. ബൗണ്ടറി ചൂസ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ റൈസർ ചൂസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ വരച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഡിസൈൻ ചെയ്ത് കണ്ടോ, ചെറിയൊരു ആർക്ക് പോലെ വന്നിട്ടില്ലേ.
ഇങ്ങനെയാണ് നമ്മൾ കമ്പോണന്റ് വരച്ചിട്ട് സ്കെച്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ടിക്ക് കൊടുത്തു, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും എങ്ങനെയാണ് ബൈ സ്കെച്ചസ് സ്റ്റെയർ വരയ്ക്കുന്നത് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലേ മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു.